ഹലോ, എല്ലാവർക്കും ചാരു എസ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2012 ഡീസൽ സ്വിഫ്റ്റ് ഡിസയറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മോർണിംഗ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ആവുകയാണ്. കുറേ നേരം സെൽഫ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. ഒരു കാറിൻ്റെ ചിഹ്നത്തിൽ മേലെ സ്പാൻഡറാക്കിയിട്ടുള്ളൊരു ചിഹ്നമാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 4 പ്ലഗ് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. മൊത്തം കരി പിടിച്ചിട്ടുണ്ട്. ഇത് വർക്കാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരാൻ കാരണം. അപ്പോൾ മോർണിംഗിൽ മാത്രമല്ല, നമ്മളിപ്പോൾ വണ്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം നമുക്ക് അധികം ഫീൽ ചെയ്യില്ല. ഏതെങ്കിലും ഒരു തണുത്ത പ്രദേശത്തോ ഇല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ടിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്രാങ്കിങ് കൂടുതലായിട്ട് ആവുകയാണ്. ഇതാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ ഒരു പ്ലഗ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ലോങ് ക്രാങ്കിങ് വരും. അപ്പോൾ നമ്മൾ എന്തായാലും 4 പ്ലഗ് നമ്മൾ മാറ്റി പിടിപ്പിക്കുന്നുണ്ട്. ഈ പ്ലഗ് അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ പതുക്കെ അഴിക്കാൻ. ഈ ഗ്ലോ പ്ലഗ് മാറ്റാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വേറെ വല്ല കംപ്ലൈൻറ്റ് വാഹനത്തിന് വരുമോ, വെഹിക്കിൾ ഓടുന്നതിൽ വല്ല വിഷയങ്ങളുണ്ടോ, ബ്രേക്ക് ഡൗൺ ആവുമോ എന്നുള്ളതിലാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഹനം സുഖമായിട്ട് ഓട്ടിക്കാം. ഈ ഗ്ലോ പ്ലഗിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ധനത്തിനൊന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് കംപ്രഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ധനത്തിന് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് ഓഫാവും. ഒറ്റ ടൈമിൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ കേട്ടോ. അതോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. സ്റ്റാർട്ടാവാതിരുന്ന് കഴിഞ്ഞാലാണ് പല വിഷയങ്ങൾ വരിക. നമ്മൾ ഒരുപാട് നേരം ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടർ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എൻ്റെ ഫ്ലൈ വീല്, ബാറ്ററി പെട്ടെന്ന് ഇറങ്ങും, ബാറ്ററിയും കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ടാവില്ല കേട്ടോ. അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ 4 ഗ്ലോ പ്ലഗും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഓരോ ഗ്ലോ പ്ലഗിൻ്റെ എമൗണ്ടും എത്രയാണെന്നുള്ളതും ഇതിൻ്റെ ലേബർ ചാർജ് എത്രയാണെന്നുള്ളതും താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പോയിട്ടോ, വെഹിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ വാണിംഗ് ലാമ്പ് എന്തെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുത്ത് അത് എന്താണെന്ന് ചെക്ക് ചെയ്ത് ആ ഒരു കംപ്ലൈൻറ്റ് റെഡിയാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു വാഹനം എടുത്ത് ഓടിക്കാം. ഇല്ലാത്ത പക്ഷം എഞ്ചിനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഡീസൽ വണ്ടികൾക്ക് 1 ലക്ഷം രൂപയും കൊണ്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നാളെ കൃത്യം 3:00 നമുക്ക് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.